ദൈവമേ വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃദയത്തിൽ. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തിന്മയാമോടുമെന്റെ മാനസം ആരാധന ആരാധന പാടാരാധന നിത്യ ആരാധന 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 പാടാരാധന നിത്യ സ്നേഹമേ ബലിക്കല്ലിൽ വിരിയുന്നൊരു പുഷ്പമേ, കരുതുന്ന സ്നേഹമേ യേശുവേ, കരുണതൻ വറ്റാത്ത ഉറവേ, സൂര്യനേക്കാൾ ശോഭയേറും ദൈവമേ, ജീവനേകി കാത്തിടുന്ന ഇടയനേ, തെറ്റുകൾ ക്ഷമിച്ചിടുന്ന പാപമേ, ആരോട് ചെയ്ടുന്ന നീ, വാഴും
ബിന്ദു പോലെ അനരാക്കണേ. പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെല്ലാവരും സംസ്ഥാനകരിക്കട്ടെ. വിശ്വസ്തുതിയായിരിക്കട്ടെ. സ്തോത്രങ്ങൾ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരായേ. ശ്രീയേഴും ദിവ്യന്മാർവേദ സാക്ഷികൾ നിത്യാനന്ദ പ്രതാപവാനനെ വാഴ്ത്തിയിടുന്നു നിരന്തരം വാഴ്ത്തിയിടുന്നു നിരന്തരം. രാജനാണോ ക്രിസ്തുനാഥ മഹോന്നത ഉന്നതനായ താതൻ തന്നോട് ദിവ്യനാം സോനുവാണോ നീ. മധ്യരക്ഷയ്ക്ക് കന്യകയിൽ അമ്മോ മന്നീടെ ജാതനാ മന്നീടെ ജാതനാ. മൃത്യുവേ ജയിച്ചു
ചിന്തണേയും യാചിപ്പൂജ്യം സന്തതം നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിത ഒത്തുചേരാൻ കഴിയണേ, ഒത്തുചേരാൻ കഴിയണേ. തീവ്രമായ തിങ്ങും കാരുണ്യം അർപ്പിച്ചു നിന്നിലാശ സർവ്വം ക്ലേശം രചിക്കയില്ല ഞാൻ, ക്ലേശം രചിക്കയില്ല ഞാൻ. ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗവേഷമാ, തരുമോ രക്ഷകൻ സൗഭാഗ്യം.
അർപ്പണരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥാ. അർപ്പണരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം പാദപജലും ദിവ്യയിൽ പങ്കെടുത്തുകൊണ്ട് ഓരോരുത്തരെയും സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. നല്ലവണ്ണായി ക്രിസ്തുരാജ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കടകട പ്രദേശത്തിൽ ജീവിക്കുന്ന നാനാജാതി മക്കളെ സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സഹായം ചോദിച്ച വ്യക്തികളെയും കുറിച്ചടി കടന്നു പോകുന്ന വ്യക്തികളെയും സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. വിജയനമ്പലി കുടുംബത്തെ സാക്ഷ്യ പ്രാർത്ഥിക്കുന്നു. റോണാറുമിയെ സാക്ഷ്യ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ തടസ്സങ്ങളെ ബുദ്ധിമുട്ടിലും മരുതനുഷ്യ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സരോജനെ സാക്ഷ്യ പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷ് കുമാർ, സിന്ധുകുമാരിയെ സാക്ഷ്യ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനദാസ്, എഡ്വിൻ ദാസ്, ഗോഡ്വിൻ ദാസ് കുടുംബങ്ങളെയും കുടുംബത്തിലെ മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷെറിൻ ഗോഡ്വിനെ സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു, ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അമല സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മരിയ ഏഞ്ചലിനെ സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. ശൈലജ, മനോഹരൻ, മനോജ്, നിഷ, അമ്മയ്യാവെ സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. ഷിജു, വിജയ്, ആയുഷ് സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. ഗീത, സതിമേരി, സുമേഷ് സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. ഭാസ്കരൻ, ബേബി, സുമി, സുനിത, അജിത ഇവരുടെ സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. സാനു സത്യനെ സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. പുഷ്പലത സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശിവൻ കുടുംബത്തെ സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. സന്ദേശ് സന്തോഷ് സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം സഹിക്കും ശിവനെ കണ്ടിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിനു വർഗീസ്, ജസി ഇവരുടെ സാക്ഷ്യം പ്രാർത്ഥന. പ്രത്യേകം നല്ലവനായി ക്രിസ്തുരാജ പാദത്തെങ്കിൽ വന്നാൽ എനിക്ക് സന്താന സൗഭാഗ്യം കിട്ടും എന്നൊരു അടിവർച്ച വിശ്വാസത്തോട് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ കുടുംബത്തിന് ദൈവം നല്ലവനായി ക്രിസ്തുരാജ സന്താന സൗഭാഗ്യം നൽകി അത് നല്ല ഒരു ആൺകുഞ്ഞിനെ ദാനമാഹ് നൽകി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തു രാജാവിന് ബിനു വർഗീസോടും ജെസ്സിയോടും കുഞ്ഞ് ലൂക്കായോട് ചേർന്ന് നന്ദി അരിച്ചു പ്രാർത്ഥിക്കാം. തുടർന്ന് ഈ കുഞ്ഞിന് നല്ല രീതിക്ക് വളർക്കാനുള്ള ആശ്രയം തുടർന്ന് കിട്ടഴിച്ച് പ്രാർത്ഥിക്കാം. വർഗീസ്, എബിന, അനുഗ്രഹ സഞ്ച പ്രാർത്ഥിക്കുന്നു. എക്സാമിനെ സഞ്ച പ്രാർത്ഥിക്കുന്നു. സുമേഷ് നല്ല മനോഹർ കിട്ടഴിച്ച് പ്രാർത്ഥിക്കുന്നു. സുജ സഞ്ച പ്രാർത്ഥിക്കുന്നു. സുകുമാരൻ ഗീതാവ് സഞ്ച പ്രാർത്ഥിക്കുന്നു. ഗീത സഞ്ച പ്രാർത്ഥിക്കുന്നു. അഭിനവ് സഞ്ച പ്രാർത്ഥിക്കുന്നു. എക്സാമിനോട് പ്രാർത്ഥിക്കുന്നു. അഞ്ജു സഞ്ച പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് സഞ്ച പ്രാർത്ഥിക്കുന്നു. റോബിനെ സഞ്ച പ്രാർത്ഥിക്കുന്നു. അജേഷ് മെരിനെ സഞ്ച പ്രാർത്ഥിക്കുന്നു. അഞ്ജന സഞ്ച പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ സഞ്ച പ്രാർത്ഥിക്കുന്നു. ഷെരിയെ സഞ്ച പ്രാർത്ഥിക്കുന്നു. സെൽവർ കുടുംബത്തെ സഞ്ച പ്രാർത്ഥിക്കുന്നു. അമലെ സഞ്ച പ്രാർത്ഥിക്കുന്നു. നീരജ് സഞ്ച പ്രാർത്ഥിക്കുന്നു. AMC എക്സാമിനോട് പ്രാർത്ഥിക്കുന്നു. ശ്രീകുമാര സഞ്ച പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യത്തിനോട് പ്രാർത്ഥിക്കുന്നു. രാജേന്ദ്രൻ, രമാകുമാരി സഞ്ച പ്രാർത്ഥിക്കുന്നു. ബെനഡിക്ട് സഞ്ച പ്രാർത്ഥിക്കുന്നു. അനീഷ് വിവാഹ തടസ്സത്തെ മാറ്റി ധരിച്ചു പ്രാർത്ഥിക്കുന്നു. ജെനി, നിജി, ജോസി ഇവരെ സഞ്ച പ്രാർത്ഥിക്കുന്നു. ജോസഫ് സഞ്ച പ്രാർത്ഥിക്കുന്നു, അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. രേഷ്മ സഞ്ച പ്രാർത്ഥിക്കുന്നു. സുഖപ്രസവം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരോട് ചേർന്ന് നല്ല ആരോഗ്യ സൈകിളിലേക്ക് സുഖപ്രസവം നടത്താൻ അനുഗ്രഹം അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. വത്സല സഞ്ച പ്രാർത്ഥിക്കുന്നു. വത്സല രാജു സഞ്ച പ്രാർത്ഥിക്കുന്നു. അനിൽ കുമാർ സഞ്ച പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ സഞ്ച പ്രാർത്ഥിക്കുന്നു. ആശ്വ സഞ്ച പ്രാർത്ഥി. അതിര സഞ്ച പ്രാർത്ഥിക്കുന്നു. അനില സഞ്ച പ്രാർത്ഥി. അനിൽ കുടുംബത്തെ സഞ്ച പ്രാർത്ഥിക്കുന്നു. മക്കളെ സഞ്ച പ്രാർത്ഥിക്കുന്നു. മകളെ സഞ്ച പ്രാർത്ഥിക്കുന്നു. ആശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് പരമുള്ള തടസ്സങ്ങളെ മറിതരിച്ച് പ്രാർത്ഥിക്കുന്നു. സുജി കുമാരി സഞ്ച പ്രാർത്ഥിക്കുന്നു. സാജു സഞ്ച പ്രാർത്ഥിക്കുന്നു. സുജനുള്ള ആരോഗ്യ അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയുടെ തടസ്സങ്ങളെ മറിതരിച്ച് പ്രാർത്ഥിക്കുന്നു. അനുരാഗ് സഞ്ച പ്രാർത്ഥിക്കുന്നു. ഭയം മാറ്റി ധരിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവനെ സഞ്ച പ്രാർത്ഥിക്കുന്നു. വിപിനെ സഞ്ച പ്രാർത്ഥിക്കുന്നു. ആഷ്ന സഞ്ച പ്രാർത്ഥിക്കുന്നു. വിമൽ വർഗീസ് സഞ്ച പ്രാർത്ഥിക്കുന്നു. പുഷ്പലത സഞ്ച പ്രാർത്ഥിക്കുന്നു, അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. വത്സല, വർഗീസ്, വിജിൻ എല്ലാം സഞ്ച പ്രാർത്ഥിക്കുന്നു. ആൽഫിൻ ബോസ് സഹിച്ച് നന്ദി അരിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നല്ല രീതിയിൽ പഠിക്കാനുള്ള ഉന്മേഷം ഉത്സാഹമാകാൻ കാണിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ സഞ്ച പ്രാർത്ഥിക്കുന്നു. നല്ല സഞ്ച പ്രാർത്ഥിക്കുന്നു. സജീഷ്, രാജ്, ആൻസി എല്ലാം സഞ്ച പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം ആഗ്രഹിക്കുന്ന സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു.
നിങ്ങളുടെ ഹൃദയാഭിലാഷം ദൈവം സാധിച്ചു പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യ ബാബു സഞ്ച പ്രാർത്ഥിക്കുന്നു. ജയ്സന് സഞ്ച പ്രാർത്ഥന, ചിത്ര സഞ്ച പ്രാർത്ഥന, ഫിലോമിന, അന്ന, വിമൽരാജ്, ജയരാജിന്റെ കർത്താവിലെ സാധിച്ച പ്രത്യേകം ബിസിനസ് വരെയുള്ള എല്ലാ തടസ്സങ്ങളും ജയരാജ് കുടുംബത്തിൽ മാറ്റി തനിച്ച് പ്രാർത്ഥന, സഞ്ച പ്രാർത്ഥിക്കുന്നു. അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രശാന്ത്, സൗമ്യ, അജിറ, ആഷിൻ സഞ്ച പ്രാർത്ഥിക്കുന്നു. പ്രദീപ്, നീതു സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രീകുമാർ സഞ്ച് പ്രാർത്ഥിക്കുന്നു. എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. സാവിയോ സഞ്ച് പ്രാർത്ഥിക്കുന്നു. അനുകരിച്ച് സാബു, ഉഷയുടെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്കം, സതീഷ് സഞ്ച് പ്രാർത്ഥന, രതീഷ് സഞ്ച് പ്രാർത്ഥിക്കുന്നു. ഷിബ് കുടുംബത്തെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. വിൻസെന്റ് സഞ്ച് പ്രാർത്ഥിക്കുന്നു. ഫ്രാങ്ക്ലിൻ ഇന്ദു കുടുംബത്തെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. വത്സല ജോർജ് സഞ്ച് പ്രാർത്ഥിക്കുന്നു. വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെബിൻ ജോർജ് സഞ്ച് പ്രാർത്ഥിക്കുന്നു. കല്യാണ തടസ്സം മാറ്റി ധരിച്ച് പ്രാർത്ഥിക്കുന്നു. അതിരോ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ജാസ്മിന് സഞ്ച് പ്രാർത്ഥിക്കുന്നു. അജിലൻ, അസ്മിൻ പ്രത്യേകം ഓട്ടിസം വ്യാധിയാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഇവരുടെ ഇനി ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അഖില സഞ്ച് പ്രാർത്ഥിക്കുന്നു. ഏബിലെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ലീല രാജനെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. സായൂജ് സഞ്ച് പ്രാർത്ഥിക്കുന്നു. നിത്യ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ആൽഫിൻ അഖില സഞ്ച് പ്രാർത്ഥിക്കുന്നു. കല്യാണ തടസ്സമാരി ധരിച്ച് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് സഞ്ച് പ്രാർത്ഥിക്കുന്നു. വത്സല സഞ്ച് പ്രാർത്ഥിക്കുന്നു. വർഗീസ് സഞ്ച് പ്രാർത്ഥിക്കുന്നു. വിജയനെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. കുട്ടപ്പൻ ഓമന സഞ്ച് പ്രാർത്ഥിക്കുന്നു. ആൽവിനെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. സുജിനെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു. വിജയകുമാരി, ആബിൻ, ലീമ, ലോറൻസ്, ലിയ എല്ലാം സഞ്ച് പ്രാർത്ഥിക്കുന്നു. ലിബുയെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ആറുതിയെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ബീന, ജസ്റ്റിൻ, മിഥുൻ, സുരഭി കുടുംബത്തെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. അതുൽ സഞ്ച് ഇവരുടെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. അനീഷ സഞ്ച് പ്രാർത്ഥിക്കുന്നു. കല്യാണ തടസ്സത്തെ മറ്റു സഞ്ച് പ്രാർത്ഥിക്കുന്നു. ജബസിംഗ്, എഴിൽ, സെൽവി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമരിച്ച് പ്രാർത്ഥിക്കുന്നു. ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാജാമണിയെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ബിന്ദുവെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. അലോസിയസ് സഞ്ച് പ്രാർത്ഥിക്കുന്നു. ഷിജുവെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം രത്നദാസ് സഞ്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ദ്ര സഞ്ച് പ്രാർത്ഥിക്കുന്നു. ലയോന സഞ്ച് പ്രാർത്ഥിക്കുന്നു. റീന കുര്യനെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ബിജില, അജില ഇവരെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ആഫിൻ, അനീഷ്, അഗിയ ഇവരെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. സോമൻ, ബേബി, സ്മിത, രജനീഷ്, ബാലേന്ദ്ര ഇവരെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. സാജൻ, രജനി, മകൻ അനിരുദ്ധ് അതിരുദ്ധ സഞ്ച് പ്രാർത്ഥിക്കുന്നു. യേസാദ് കുടുംബത്തെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ബീനാവ് സഞ്ച് പ്രാർത്ഥിക്കുന്നു. ആൻസി സഞ്ച് പ്രാർത്ഥിക്കുന്നു. അജിഷ് ദാസ് സഞ്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം കുടുംബത്തിലെ എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ട് മാറ്റി ധരിച്ച് പ്രാർത്ഥിക്കണം. മരിച്ചുപോയ യേശുദാസ്, ചലയൻ, ചല്ലമ്മ, ലക്ഷ്മണൻ പ്രത്യേകം ഈ കുടുംബത്തിൽ പ്രസവിച്ച ഉടനെ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ, 3 വയസ്സായ കുഞ്ഞ്, പ്രസവിച്ച ഉടനെ മരിച്ചുപോയ 7 കുഞ്ഞുങ്ങൾ, ചല്ലയൻ, കുഞ്ഞ്, കുട്ടൻ, കിഷൻ, ഉണ്ണി, ശ്രീമതി, മീനാക്ഷി, സഹദേവൻ, ദുർമനടഞ്ഞ സഹദേവൻ വഴിയായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾ മാറ്റി ധനിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സഹദേവൻ വഴിയായിട്ടുള്ള ബന്ധനങ്ങളെ മാറ്റി ധനിച്ച് പ്രാർത്ഥിക്കുന്നു. മനവേൽ, തങ്കമ്മ, ചെറുപുഷ്പം, വർഗീസ്, ജോസഫ് ഈ കുടുംബത്തിൽ ദുർമന വഴിയായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളെയും മാറ്റി തന്ന് ഈ കുടുംബത്തിലും മാറാവ്യാധി ഉള്ള തടസ്സങ്ങളെ മാറ്റി ധനിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാ ആൺമക്കളെയും പ്രത്യേകം നേസമന്നി, ദാസൻ, ദേവദാസൻ, കരുണാകരൻ, കൃപാകരൻ, ജ്ഞാനദാസ്, വിജയദാസ്, കൃഷ്ണദാസ്, വിജയൻ, രത്നമ്മ, സുകുമാരൻ, ലൂയിസ്, വിമല, ബെർണാഡ്, ജോസഫ്, മെർസി, തോമസ്, റോസമ്മ, ജൈനി മേരി, നിമിഷ, അലിന അഗസ്റ്റിൻ, ഷാജു, ബെഞ്ചമിൻ, അമൽ മാത്യു, നമ്മുടെ ഉപദേശ സെബാസ്റ്റ്യൻ ഈ ആൺമക്കളെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. യോവിൽ ആൺമക്കളെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ബിഷപ്പ് ദേവദാസ് അംബ്രോസ്, ബിഷപ്പ് ഗബ്രിയേൽ, ഫാദർ ലോക്കയ്യ, ഫാദർ ആന്റണി സ്വാമി, ഫാദർ സൗരിമുത്ത്, ഫാദർ റഫേൽ ഈ ആൺമക്കളെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോൻ ആൺമക്കളെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. ഫ്ലോറമ്മ, ബേബി ആൺമക്കളെ സഞ്ച് പ്രാർത്ഥിക്കുന്നു. മൈക്കൽ, റജി
ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ആന്റണി, റോസറി മേരി, റോസ്മേരി ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ജോൺസൺ ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. സ്പിരിഡൻ മേരി അബ്രഹാം ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. മത്തിയാസ് ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. കിഷോർ ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. രാമചന്ദ്രൻ ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. കിട്ടു ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം അഭാഷണം വഴിയായിട്ട് മരിച്ചുപോയ കുഞ്ഞുങ്ങളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ദുർമന വഴിയായിട്ട് മരിച്ചുപോയ ആത്മാക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. അപകടത്തിന് വഴിയായി മരിച്ചുപോയ ആത്മാക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. റാക്കുവേൽ ആൺമാനെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. പുഷ്പവല്ലി ആൺമാനെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. ഫാത്തിമ ആൺമാനെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. അന്തോണിസ്വാമി, ജ്ഞാനഹി ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. അരുൾദാസ് ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. മാർട്ടിൻ, ജാൻ വിക്ടർ, സൂസൈ ആൺമക്കളെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. സുസി ആൺമാനെ സഞ്ചി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം നമ്മൾ മറന്നുപോയ നമ്മുടെ കുടുംബത്തിൽ ഇരുന്ന് പൂർവികരായിട്ട് ഇരുന്ന് ജീവിച്ച് മരിച്ചുപോയ എല്ലാ ആൺമാക്കളെയും സഞ്ചി പ്രാർത്ഥിക്കുന്നു. കുറ്റങ്ങളെയും തെറ്റുകളെയും ഓർത്ത് മനസ്തപിക്കാം. സർവ്വശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാവങ്ങൾ പുറത്തുള്ള മനസ്സിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, അപേക്ഷിക്കുന്ന ജനത്തിന്റെ പ്രാർത്ഥന സ്വർഗീയ കാരുണ്യത്തോടെ ശ്രവിക്കണം. അങ്ങനെ അവർ ചെയ്യേണ്ടവ കാണാനും കണ്ടവ നിവർത്തിക്കാനും ശക്തരാക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളണമേ. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് സാവൂൾ വഴിയരികിലുള്ള ആലകളിലെത്തി അവിടെ ഒരു ഗുഹയിൽ വിസർജനത്തിനായി കടന്നു. അതേ ഗുഹയിലുള്ള ഉള്ളറകളിലായിരുന്നു ദാവീദും അനുയായികളും ഒളിച്ചിരുന്നത്. ദാവീദിനോട് അനുയായികൾ പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കും, നിനക്കിഷ്ടമുള്ളത് അവനോട് ചെയ്യാം എന്ന് കർത്താവ് അങ്ങയോട് അരുളി ചെയ്യുന്ന ആ ദിവസം ഇതാണ്. ദാവീദ് എഴുന്നേറ്റ് സാവൂളിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. അതോർത്ത് അവൻ പിന്നീട് വ്യസനിച്ചു. അവൻ അനുയായികളോട് പറഞ്ഞു, എന്റെ യജമാനെതിരെ കൈകൾ ഉയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ. എന്തെന്നാൽ അവൻ കർത്താവിന്റെ അഭിഷിക്തനാണ്.
ഇങ്ങനെ പറഞ്ഞ് ദാവീദ് തന്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി. സാവൂളിനെ ആക്രമിക്കാൻ അനുവദിച്ചില്ല. സാവൂൾ ഗുഹയിൽ നിന്നിറങ്ങി തന്റെ വഴിക്ക് പോയി. ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി, എന്റെ യജമാനനായ രാജാവേ എന്ന് സാവൂളിനെ പുറകിൽ നിന്ന് വിളിച്ചു. സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു. അവൻ സാവൂളിനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നതെന്തിന്? കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് അങ്ങയെ എന്റെ കൈകളിൽ ഏൽപ്പിച്ചതെങ്ങനെയെന്ന് അങ്ങു തന്നെ കണ്ടില്ലേ? അങ്ങയെ കൊല്ലണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാൻ അത് ചെയ്തില്ല. എന്റെ യജമാനെതിരെ ഞാൻ കൈകൾ ഉയർത്തുകയില്ല. അങ്ങു കർത്താവിന്റെ അഭിഷിക്തനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്റെ പിതാവേ, ഇതാ എന്റെ കൈകൾ കഷ്ണം. ഞാൻ അതിന്റെ അറ്റം മുറിക്കുകയും അങ്ങയെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ദ്രോഹിയോ തെറ്റുകാരനോ അല്ലെന്ന് അങ്ങറിഞ്ഞാലും ഞാൻ അങ്ങേക്കെതിരായി തെറ്റു ചെയ്തിട്ടില്ല. എന്നിട്ടും അങ്ങ് എന്റെ ജീവൻ അപഹരിക്കാൻ അവസരം തേടി നടക്കുന്നു. നാം ഇരുവർക്കുമിടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി അങ്ങയോട് പ്രതികാരം ചെയ്യട്ടെ. എന്റെ കരം അങ്ങയുടെ മേൽ പതിക്കുകയില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നുവെന്നാണല്ലോ പഴമൊഴി. അങ്ങയുടെ മേൽ എന്റെ കൈ പതിക്കുകയില്ല. ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാണ് അങ്ങ് അനുവാദനം ചെയ്യുന്നത്? ചത്ത പട്ടിയെയോ ഒരു ചെള്ളിനെയോ? വിധിയാളനായ കർത്താവ് എന്നെയും അങ്ങയെയും വിധിക്കട്ടെ. അവിടുന്ന് എന്നെ പരിശോധിച്ച് അങ്ങയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കട്ടെ. ദാവീദ് സാവൂളിനോട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ, എന്റെ മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ നീതിമാനാണ്. ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു. കർത്താവ് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് ഇന്നു നീ കാണിച്ചു തന്നു. ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ? ഇന്നു നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ. നീ തീർച്ചയായും രാജാവാകുമെന്ന്, ഇസ്രയേലിന്റെ രാജ്യത്വം നിന്നിൽ സ്ഥിരപ്പെടുമെന്നും എനിക്കറിയാം. കർത്താവിന്റെ വചനം. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അകച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിതരാക്കും. ദൈവം തന്നെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. എന്നോട് കൃപ ഉണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. ദൈവമേ, അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘത്തോളവും വലുതാണ്. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. ദൈവം രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യപ്പെടുത്തുകയായിരുന്നു.
കർത്താവ് നിങ്ങളോട് കൂടെ. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു ഒരു മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശമയോൻ, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവനഗേഴ്സ് എന്ന് പേര് നൽകിയ സബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹെൽബയുടെ പുത്രൻ യാക്കോബ്, തദയൂസ്, കാനാൻകാരനായ ശമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കറിയോത്ത. കർത്താവിന്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ, ഇന്ന് പ്രത്യേകം മലപ്പന്നംകോട്ടിലിരുന്ന് 2-3 വർഷത്തിന് മുൻപ് അത് പ്രാർത്ഥിച്ചു സന്താന സൗഭാഗ്യത്തിന് വേണ്ടി. അദ്ദേഹം കഴിഞ്ഞ വർഷം പറഞ്ഞായിരുന്നു, ക്രിസ്തു രാജാവിട്ട വരണം, ക്രിസ്തു രാജാവിന്റെ പാദപൂജയിൽ പങ്കെടുക്കണം, നിലക്കുമ്പസാരം ചെയ്യണം എന്ന് പറഞ്ഞതെല്ലാം അനുസരിച്ച് ക്രിസ്ത്യൻ രാജാവിനോടുള്ള അടുത്ത് നിൽക്കുന്നത് ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് വർഷം, അടുത്ത വർഷം ഞാൻ സന്താന സൗഭാഗ്യം കേട്ടുമല്ല ഉറപ്പ് വരുത്തിയ ശേഷം അതേപോലെ വർഗീസും ജെസി രണ്ടുപേരും ആ കുഞ്ഞ് ലൂക്ക ആന്റണി വർഗീസ്, ആ കുഞ്ഞിന്റെ പേര് പിന്നെ വൈകിട്ട് വന്ന് സംസാരിച്ചിട്ട് ബ്ലെസ്സിങ് മേടിച്ചിട്ട്, അതും കൊറപ്രസവം അറിയാം. കൊറപ്രസവം അവന് 10 മാസം മുന്നമേ ജനിച്ചത്. അങ്ങനെ പേടി ഉണ്ടായി. പക്ഷെ ഇന്ന് നല്ല കാംപ്ലാൻ അഡ്വർടൈസ്മെന്റ് ഇപ്പൊ ഇല്ലല്ലേ. കാംപ്ലാൻ ബോയ്, കാംപ്ലാൻ ഗേൾ ടി വിയിലെ അഡ്വർടൈസ്മെന്റ് വരും ആ കുഞ്ഞാർക്കും. അതുപോലെ ലൂക്ക ആന്റണി വരീസ് കാംപ്ലാൻ ബോയ് പോലെ ചിക്ക് നല്ല കുട്ടപ്പൻ പോലെ 3 മാസമായില്ല. ചെക്കപ്പ് കൊണ്ടുപോകണം, അത് ആശ്രമം മേടിച്ചിട്ട് പറയാൻ പറഞ്ഞു, സാക്ഷ്യം പറയാൻ പറഞ്ഞു. വേറെ ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ അമ്മയുടെ വീട്ടിൽ പോകണം. അവിടെ നിങ്ങൾ സോഷ്യൽ ആചാരങ്ങൾ ഉണ്ടല്ലോ, എത്ര മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം, എത്ര മാസം കഴിഞ്ഞിട്ട് നൂല് കെട്ടണം, എത്ര മാസം കഴിഞ്ഞിട്ട് കാത് കുത്തണം, മൂക്ക് കുത്തണമെങ്കിൽ ഒരു ആചാരം ഉണ്ടല്ലോ. അതനുസരിച്ച് ഇപ്പൊ അവരുടെ വീട്ടിൽ പോയി വീണ്ടും ഭർത്താവ് വീട്ടിലേക്ക് വരും. അങ്ങനെ പറഞ്ഞിട്ട് നന്ദി പറഞ്ഞിട്ട് പോയി. അടുപ്പമേനം ക്രിസ്തു രാജാവോടുള്ള അടുപ്പം. അക്കാലത്ത് യേശു ഒരു മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഇന്ന് 2 വാക്ക് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ സുവിശേഷം വഴി. 2 വാക്ക്. 1 ഫെലോഷിപ്പ്, 2 മിനിസ്ട്രി. മിനിസ്ട്രിക്ക് വേണ്ടി ശിഷ്യന്മാരും ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥനയും. അത് മലമുകളിലേക്ക് കയറി, അത് അടുപ്പം. ഈശോ അപ്പാപിതാവിട്ട് അടുക്കാൻ വേണ്ടി എന്റെ അപ്പാപിതാവിട്ട് ചേർന്ന് നിൽക്കണം, ഈ അടുപ്പം ഉണ്ടാകണം എന്നുള്ള ചിന്തയും ആഗ്രഹവും ഇഷ്ടവും ഉള്ളത് കൊണ്ട് യേശു ഒരു മലമുകളിലേക്ക് കയറി അടുപ്പം ഉണ്ടാക്കുന്നു. അപ്പാപിതാവിട്ട് അടുപ്പം ഉണ്ടാക്കുന്നു. അടുപ്പം ഉണ്ടായതിനു ശേഷം അപ്പാപിതാവ് പറയുക, ഈശോ മകനെ നീ ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ ശേഷം വീണ്ടും ഇറങ്ങി താഴോട്ട് വരുമ്പോ കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ച്, പ്രാർത്ഥനയ്ക്ക് ശേഷം അടുത്തേക്ക് വിളിച്ച് അവന്റെ സമീപത്തേക്ക് ചെന്ന് വിളിച്ചത് കൊണ്ട് എല്ലാ ശിഷ്യന്മാർ അവിടെ അടുത്ത് പോവാ. തന്നോട് കൂടി ആയിരിക്കണം. ഇപ്പൊ മിനിസ്ട്രി തുടങ്ങുന്നുണ്ട്. 1 മിനിസ്ട്രി, 2 ഫെലോഷിപ്പ്. ഫെലോഷിപ്പ് എന്ന് വെച്ചാൽ അടുപ്പം, മിനിസ്ട്രി എന്ന് വെച്ചാൽ സേവനം.
അപ്പൊ ഇന്നത്തെ വായന നമുക്ക് രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ഏത് ഒരു കാര്യം ചെയ്താലും പ്രവൃത്തികൾ നമ്മൾ ചെയ്താലും ആ പ്രവൃത്തിക്ക് മുൻപും കാര്യങ്ങൾ ചെയ്യും മുൻപും നമ്മൾ ചെയ്യേണ്ടത് ഈശോ എങ്ങനെ ഒരു മല മുകളിലേക്ക് കയറിയോ അപ്പാ പിതാവുടെ അനുഭവത്തെ ഏറ്റെടുക്കാൻ, അടുപ്പത്തെ ഉണ്ടാക്കാൻ, അതേപോലെ നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മൾ ദൈവത്തോടുള്ള അടുപ്പം ഉണ്ടാക്കിയെടുക്കണം. അത് പ്രാർത്ഥന വഴിയേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സെൽഫോൺ വഴിയാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, പുതിയ ഡ്രസ് വഴിയാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ജിഗന വഴിയാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഗ്ലിറ്ററിങ്സ് വഴിയാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, പുതിയ കന്നഡ വഴിയാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ദൈവത്തോടുള്ള അടുപ്പം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ഒറ്റ വഴിയേ ഉള്ളു. അത് പ്രാർത്ഥനയേ ഉള്ളു, അത് പാദപൂജയേ ഉള്ളു, അത് കുർബാനയേ ഉള്ളു. അപ്പൊ പാദപൂജ വഴിയായിട്ടും കുർബാന വഴിയായിട്ടും ദൈവത്തോടുള്ള അടുപ്പത്തെ ഉണ്ടാക്കിയെടുക്കണം, കൂടുതലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, അടുപ്പം ഉണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് മാറുമ്പോ ഈ വർഗീസും ജെസിക്കും എങ്ങനെ ലൂക്ക, ആന്റണി, വർഗീസ് ഒരു കുഞ്ഞ് കുറെ മാസത്തിൽ ജനിച്ചാലും 6 മാസം 7 മാസത്തിൽ ജനിച്ചാലും അത് 10 മാസത്തുക്കുള്ള നല്ലൊരു കുഞ്ഞായിട്ട് വാർത്തെടുത്ത് ഇപ്പൊ നല്ല രീതിക്ക് കംപ്ലാൻ ബോയ് പോലെ നല്ല പുഷ്ടിയുള്ള കുട്ടിയായിട്ട് നല്ല സൂപ്പറായിട്ട് ആ കുഞ്ഞെ കണ്ട് ഞാൻ നല്ല സൂപ്പറായിട്ട് നല്ല കുഞ്ഞാണ്, നല്ല സൂപ്പറായിട്ട് പോകും. അതേപോലെ അടുപ്പം വേണം. അതാ ഫെലോഷിപ്പ്. അതിനെ തുടർന്ന് മിനിസ്ട്രി എന്തെല്ലാം മിനിസ്ട്രി? പ്രസംഗിക്കാൻ അയക്കുന്നതിനും തന്നോട് കൂടി ഇരിക്കുന്നതിന് പ്രാർത്ഥന. അടുത്തത് പ്രസംഗിക്കാൻ അയക്കുന്നതിനും 2ാമത്തെ കാര്യം. 3 പിശാചുകളെ ബഹിഷ്കരിക്കാൻ. അത് എല്ലാ അച്ഛന്മാരും കിട്ടത്തില്ല, സെലക്ടഡ് അച്ഛന്മാർക്ക് ഓരോ അച്ഛനക്കും ഓരോ. ഇന്നലെ ഞാൻ ബാലരൂപത്തില് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ വിക്ടർ എമരിത്തൂസ് ആ അച്ഛന്റെ പാട്ട് தான் ഈ പാദപൂജയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല ഫീൽ ഉള്ള പാട്ട്. എപ്പോഴും പാട്ട് ഇറക്കിക്കൊണ്ടേയിരിക്കും അച്ഛൻ. ചില അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, ചില അച്ഛൻ പാത ഒഴിപ്പിച്ചുകൊണ്ടിരിക്കും, ചില അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ചില അച്ഛൻ ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കും, ചില അച്ഛൻ കോളേജില് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. ഓരോരോ അച്ഛനക്കും ഓരോരോ വിളി. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു വിളി ആ അച്ഛനക്ക് എമരിത്തസ്ക്ക് അച്ഛനെ കുർബാനിൽ ഇരിക്കുമ്പോതേ അച്ഛാ സൂപ്പർ അച്ഛാ. എന്തിനു സൂപ്പർ? അച്ഛന്റെ പാട്ട് തന്നെ ഞാൻ എല്ലാ പാദപൂജകളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. കിട്ടില്ല കേട്ടോ. എവിടെ? കാട്ടക്കട. എവിടെയാ കാട്ടക്കട? അങ്ങനെ ഉണ്ടെങ്കിൽ ലൈവിൽ എടുത്ത് നോക്കച്ചാ, അതിൽ എല്ലാ പാട്ടും അച്ഛന്റെ പാട്ട് എല്ലാ പാട്ടും വരും. അപ്പൊ പറയുമ്പോഴേ അച്ഛനക്ക് ഒരു സന്തോഷം, ഇപ്പൊ ഒരു പാട്ട് അടുത്ത ആഴ്ച ഒരു പാട്ട് ഇറക്കാൻ പോവാ, സെബാസ്റ്റ്യൻ കുരിശ്. ആൾറെഡി ഈ തിരുനാൾ ഫുള്ള അച്ഛന്റെ പാട്ട് അങ്ങ് ബാലരാമപുരത്തിലെ തിരുനാളില് എല്ലാ മക്കളും പാടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ആ പാട്ട് ബുക്ക് എനിക്ക് തന്ന് അതെല്ലാം അച്ഛന്റെ പാട്ടാണ്. അങ്ങനെ ഓരോ അച്ഛനക്കും ഓരോ. അപ്പൊ അടുത്തത് കൂടെ ഇരിക്കുന്നതിന് വിജാതികളെ ബഹിഷ്കരിക്കാനും അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേർ വെച്ച്. അപ്പൊ മിനിസ്ട്രി. അപ്പൊ 2 കാര്യം. 1 ഫെലോഷിപ്പ് അടുപ്പം, 2 മിനിസ്ട്രി സേവനം. ഇപ്പൊ നമ്മ കുടുംബത്തിൽ പോകാം. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? നന്നായിട്ട് കണക്ട് ചെയ്യാം. അടുപ്പമും ഫെലോഷിപ്പും മിനിസ്ട്രിയും. ഒരു കുടുംബം എന്നെ എടുത്തു കഴിഞ്ഞാൽ അതില് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്, ഈശോയുടെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ കൃപയുണ്ട്. ഈ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഈശോയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തെ എടുത്തു കഴിഞ്ഞാൽ അതില് പപ്പ ഉണ്ട്, മമ്മിയുണ്ട്, മക്കളുണ്ട്. ഇപ്പൊ പപ്പയ്ക്കും മമ്മിക്കുമുള്ള ഇത് പപ്പ, ഇത് മമ്മി. പപ്പയ്ക്കും മമ്മിക്കും ഉള്ള അടുപ്പം ഈശോയാണ്. ഈശോയാണ്. അപ്പോ പപ്പയ്ക്കും മമ്മിക്കുള്ള അടുപ്പം നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ കൃപയും ഈ കുടുംബത്തിൽ നിലനിൽക്കും. ഈശോ ഇല്ലെങ്കിൽ പപ്പ വെറുതെഞ്ചരിക്കും, മമ്മി വെറുതെഞ്ചരിക്കും. ഇന്നലെ ബാലരാമപുരത്തില് ഒരു കുഞ്ഞ് തൂങ്ങി മരിച്ചു, 10th പഠിക്കുന്ന കുഞ്ഞ്. അവൻ കഴിഞ്ഞ വെച്ച് ഞാൻ ബാലരാമപുരത്തിൽ ധ്യാനം കൊടുക്കുമ്പോ അച്ഛാ നന്നായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് മയക്കമരുന്നിൽ പെട്ടുപോയി. ടീച്ചർ നീ വീട്ടിൽ പറയും എന്ന് പറഞ്ഞത് കൊണ്ട് പേടിച്ചു പോയി അവൻ തൂങ്ങി മരിച്ചു. പാവം, നല്ല പയ്യൻ. ആ കുട്ടി കൂടെ നല്ല പ്രാർത്ഥിച്ചു. അത് എന്തുകൊണ്ടറിയാം അങ്ങനെ ആയത്? ഈ സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞത് കൊണ്ട് അപ്പൻ വേറെ ഒരു ലേഡിയോടെ ഓടിപ്പോയി, സൗദിയില് സമ്പാദിക്കാൻ പോയി. ഇവൻ വീട്ടില് ബാലരാമത്തില് കിടക്കുക.
അപ്പൊ അതാ അടുപ്പമില്ലെങ്കിൽ തള്ള ഒരു സൈഡ് അപ്പം ഒരു സൈഡ് മക്കൾ അനാഥ അന്റാർട്ടിക്ക ആഫ്രിക്കയിൽ ഇരിക്കും. അപ്പോ ഇങ്ങ അന്റാർട്ടിക്ക ആഫ്രിക്കാവിൽ ഇരിക്കുന്ന മക്കള് എന്ത് ചെയ്യും? മയക്കമരുന്ന് ഗുളിക என்ன SMS இப்ப என்ன MGM DM MDM யார் சரினா സാർക്കെല്ലാം അറിയുന്നുണ്ട് അല്ല ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഷൈനെ നോക്കിക്കോ, ഉനക്ക് നിനക്ക് അറിയാതെ സീക്രട്ട് എല്ലാം പുറത്ത് വരുന്നുണ്ട്. ചേട്ടാ എനിക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടില്ല. നാനും ഒരേ സ്കൂളിലെ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് അറിയാത്ത കാര്യമെല്ലാം എന്റെ ചേട്ടൻ അറിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലോ. അത് കൊഞ്ചം എക്സ്ട്രാ കാര്യങ്ങൾ നന്നായിട്ട് ടാക്ക് കൊടുക്കും. ഒരു ടാക്ക് ഞാൻ ഇടയ്ക്ക് കേട്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് സംസാരിക്കും. ഈ മയക്കുമരുന്നിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കും പിള്ളേർക്ക്, സ്റ്റുഡൻസ്. അങ്ങനെ ഒരു മിടുക്കനാണ് ബെൻഗാൻ. അങ്ങനെ MDM കൂള് എത്ര എന്തൊക്കെയോ ഉണ്ട്. ഇതെല്ലാം അടിച്ചിരിക്കുമ്പോ ഇതെല്ലാം ഉപയോഗിക്കാൻ തോന്നും ഈ മക്കൾക്ക്. എപ്പോ പപ്പയും അമ്മയുടെ അടുപ്പം കുറയുമ്പോ നമ്മളെ വിട്ട് വേർതിരിഞ്ഞു പോകും മക്കള്. ഇതെല്ലാം കാരണം പപ്പയും അമ്മയും. അപ്പൊ ചിന്തിക്കണം, എന്റെ അടുപ്പം എന്റെ ചേട്ടനേക്ക് ഇല്ലാത്തത് കൊണ്ട്, എന്റെ അടുപ്പം എന്റെ ഭാര്യയായിട്ട് ഇല്ലാതെ കൊണ്ട്, എന്റെ അടുപ്പം എന്റെ ഭർത്താവട്ടെ ഇല്ലാതെ കൊണ്ട്, എന്റെ അടുപ്പം എന്റെ മക്കളെടുത്ത് ഇല്ലാതെ കൊണ്ട്, എന്റെ അടുപ്പം എന്റെ പപ്പ മമ്മിട്ട് ഇല്ലാതെ കൊണ്ട് അവിടെ ബുദ്ധിമുട്ടുണ്ടാകും, അവിടെ വേർതിരിവ് ഉണ്ടാവും. മക്കൾ പിശാചുകളെ പോലെ പൈസ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ പിശാച ഉണ്ടാക്കണം ഞാറ് പപ്പയും അമ്മയും എടുത്ത് അടുപ്പമില്ലാതെ കൊണ്ട് അവിടെ ആട്ടോമാറ്റിക്കായിട്ട് എല്ലാ പിശാച്ചും ഉണ്ടാവും. ആദ്യം ബെൽസബൽ ഉണ്ടാവും, പിന്നീട് ലൂസിഫർ ഉണ്ടാവും. ലൂസിഫർ ഉണ്ടായാൽ എല്ലാ പിശാച്ചും ഓടി വരും. நான் 2 வருஷம் முன்பு கிளாஸ் எடுத்துட்டேன்ல, 7 பிசாசு அன்னுதான் எல்லாருக்கும் தலைக்கு பிடிச்சது. அதுதான் எல்லாம் இങ്ങനെ கடகடக்கணும் எல்லாம் താഴെ വീഴുന്നത്. അപ്പോ ഇത്ര പിശാച് ഉണ്ടാവും അടുപ്പമില്ലാതെ കൊണ്ട്. അപ്പൊ ചിന്തിക്കണം, എന്റെ കുടുംബത്തിൽ അടുപ്പം നഷ്ടപ്പെടാൻ എന്തൊക്കെ കാരണങ്ങൾ? എന്റെ കുടുംബത്തിൽ, എന്റെ ഭർത്താവിൽ, എന്റെ ഭാര്യയിൽ, എന്റെ മക്കളിൽ അടുപ്പം കുറയാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്? അതെല്ലാം ചിന്തിച്ച് കണ്ടെത്തിയ ശേഷം നമ്മൾ അതേപോലെ ഒരു ഇടവകയിൽ അടുപ്പം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഇടവക ചിതറിച്ചു പോകുമ്പോൾ അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ എന്റെ വഴി ഇങ്ങനെ ചിതറിച്ചു പോകുന്നുണ്ട്? മക്കൾ ചിതറിച്ചു പോകുന്നുണ്ട്, കുടുംബങ്ങൾ ചിതറിച്ചു പോകുന്നുണ്ട്, മറ്റ് സ്വന്തങ്ങൾ, ബന്ധങ്ങൾ. ഇതെല്ലാം കണ്ടെത്തിയ പിന്നീട് മിനിസ്റ്റ് സേവനം വിജയകരമായിട്ട് മാറും. അടുപ്പമില്ലാതപ്പോൾ സേവനം ഒരിക്കലും വിജയിക്കില്ല. நீ ஒன்னிச்சிருந்தாலே ஆறு நாட்டுல ஒரு வேற சபையில உள்ள ஒரு ஃபேமிலி, மோல்ல ഭാര്യ, താഴെ ഭർത്താവ്. ഭാര്യ ഓരോ മാസമും ഭർത്താവിട്ട് താമസിക്കുന്ന വാടക കൊടുക്കണം. ഒരേ വീട്ടില് ഉണ്ട്. പയ്യൻ താൻ പോയിട്ട് മമ്മി പപ്പ വാടക ചോദിച്ചു. എന്റെ അടുത്ത് പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. എടാ പാവിയല്ല, ഒരേ കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് വാടക മേടിച്ച് താമസിക്കുന്ന വീട് ഈ വീടായിരിക്കും. അതും സ്നേഹിച്ചു പോയ ഒരു കുടുംബമാണ്. ഇപ്പൊ കൂടുതൽ ഡിവോഴ്സ് വരുന്ന മേഖല, കൂടുതൽ സംശയം തോന്നുന്ന മേഖല, കൂടുതൽ അടിയും ബഹളവും ഉടക്കും ഉണ്ടാക്കുന്ന മേഖല ലവ് മാരേജ്. പ്രത്യേകം ഈ കേരളത്തിൽ ഓരോ ദിവസം വന്നു പോകുന്ന ഈ ലവ് മാരേജിന്റെ ഡിവോഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും. എനിക്ക് ഹാർട്ട് അറ്റാക്ക് എന്നെ നിങ്ങൾ പെട്ടെന്ന് അടക്കം ചെയ്യേണ്ടി വരും തോന്നുന്നത്. വെള്ളച്ചനെ പെട്ടെന്ന് അടക്കം ചെയ്യേണ്ടി വരും തോന്നുന്നത്. അപ്പൊ പെട്ടാപ്പെടാൻ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കേൾക്കാത്ത റീസണെല്ലാം കാരണങ്ങൾ വരും. ഇങ്ങനെ അത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഈ ലേഡി മാസം പൈസ കൊടുക്കണം വാടക, 10 പൈസ. പിന്നെ 4 ഇഡ്ഡലി ചെയ്യാൻ പറടാ, അത് എഴുതി കൊടുക്കുന്നു. അവൻ വന്നിട്ട് കൊണ്ട് മമ്മിട്ട് കൊടുക്കും 4 ഇഡ്ഡലി. അങ്ങനെ വ്യാഴാഴ്ച ദോശ, ശനിയാഴ്ച ബ്രെഡും ബീഫും. അവൻ ഭർത്താവ് എഴുതി കൊടുക്കും, ഇവര് അത് ചെയ്ത് കൊടുക്കും. നോ മെന്റൽ, നോ വർത്തമാനം, നോ സംസാരം, ഒന്നുമില്ല. പക്ഷേ ഈ കത്ത് താൻ പോയിക്കൊണ്ടിരിക്കും. അടുപ്പം കുറവ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മകളും എങ്ങനെ വളരും? തീർച്ചയായിട്ടും അടുപ്പം എവിടെ ഉണ്ടോ അവിടെ അവൻ പോവും. പപ്പയുടെ മമ്മിയുടെ അടുപ്പം കുറവാണത് കൊണ്ട് നിങ്ങളുടെ മക്കൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അടുപ്പം കാണിക്കുന്ന ഒരു ചെറുക്കനോട്, നിങ്ങളുടെ മലയാളത്തിൽ പറഞ്ഞ ഒരു തെണ്ടിയോട് ഒടിച്ചു ഓട്ടം പോകുന്നത് ഈ കാരണം കൊണ്ടുതാണ്.
കാരണം മക്കളെ കുറവ് പറഞ്ഞിട്ട് കാര്യമല്ല, മക്കളെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമല്ല, മക്കളെ കുറിച്ച് അഴുക്ക് പറഞ്ഞിട്ട് കാര്യമല്ല. നിന്നെ കുറിച്ച് ആദ്യം ചിന്തിക്കണം. പപ്പയെ കുറിച്ച് ചിന്തിക്ക്, മമ്മിയെ കുറിച്ച് ചിന്തിക്ക്. രണ്ടുപേരും ചേർന്ന് ചിന്തിക്ക്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച്, പ്രവൃത്തികളെ കുറിച്ച്, നിങ്ങളുടെ ഈ ദുശ്ശീലങ്ങളെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ട് മകൻ എങ്ങനെ പോകുന്നുണ്ട്, മകൾ എങ്ങനെ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മകനെയോ മകളെയോ നമുക്ക് തോന്നിയ വശം ചിന്തിക്കുകയും തോന്നിയ വശം കാര്യങ്ങൾ പറഞ്ഞ് ചീത്തയാക്കുകയും ചെയ്യുമ്പോൾ അടുപ്പം എവിടെ ഉണ്ടോ അവിടെ ഓടിപ്പോവും. അടുപ്പം എവിടെ ഉണ്ടോ അവിടെ ബന്ധം പുലർത്തും. അടുപ്പം എവിടെ ഉണ്ടോ അവിടെ സുഹൃത്ത് ബന്ധം വരും. അടുപ്പം എവിടെ ഉണ്ടോ അവിടെ എല്ലാം പൂ പോലെ മലർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നു മുതൽ നീ ചിന്തിക്കണം, എന്റെ മകനുക്കുള്ള അടുപ്പം ഞാൻ കൊടുക്കുന്നുണ്ടോ, എന്റെ മകൾക്കുള്ള അടുപ്പം ഞാൻ തരുന്നുണ്ടോ, എന്റെ ഭാര്യ ഭർത്താവുക്കുള്ള അടുപ്പം ഞാൻ നൽകുന്നുണ്ടോ എന്ന് സീരിയസ് ആയിട്ട്. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ നെക്സ്റ്റ് വരുന്ന അടുത്ത പ്രവർത്തനം മിനിസ്ട്രി, സേവനം. നിങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരുമിച്ച് കുടുംബത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും ഉടക്കി കഴിഞ്ഞാൽ മക്കൾക്ക് ദോശ ചുട്ട് കൊടുക്കൂല. മക്കൾ നോക്കിയിരിക്കും. 8 മണി വரைக்கும் നോക്കും. 9 മണിക്ക് 9:30 തന്നെ ക്ലാസ് വിയറുള്ളിയോ 9:45 നോക്കും. 9 മണിക്കും പപ്പ മമ്മി രണ്ടുപേരും മിണ്ടും. നമുക്ക് ദോശ കിട്ടും, ആഫായിൽ കിട്ടും, ഒരു ആംപ്ലേറ്റ് കിട്ടും, ഒരു വറുത്ത മീൻ ഇറച്ചിക്ക് ഒരു വറുത്ത മീൻ കഷ്ണം കിട്ടും. ഇങ്ങനെ നോക്കിയിരിക്കും. രണ്ടുപേരും അടുപ്പില്ലാതെ കൊണ്ട്, രണ്ടുപേർക്കും ഉടക്കുള്ളത് കൊണ്ട് തെക്കോട്ട് വടക്കോട്ട് നോക്കി നിൽക്കും. അങ്ങനെ ഓടി വരും. 12th സ്റ്റുഡന്റ് അവൻ ആൺകുട്ടിയായിരിക്കും, ഇവർ 10th പെൺകുട്ടിയായിരിക്കും. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആൺകുട്ടി ബോക്സിൽ ഒരു വറുത്ത മീൻ കഷ്ണം ഉണ്ടാവും. അത് നോക്കുമ്പോൾ ലൈറ്റാ ചിരിക്കും, അവനും ചിരിക്കും. മീൻ എടുത്ത് പുറത്ത് വയ്ക്കും. മീൻ അപ്പൊ മമ്മി ചെയ്ത് കൊടുത്താ അപ്പൊ അത് മീൻ കഷ്ണം അടുത്തത് ലവ് കഷ്ണമായിട്ട് മാറും. മീൻ കഷ്ണം പ്രേമ കഷ്ണമായിട്ട് മാറും. ഈ പ്രേമ കഷ്ണം ലവ് കഷ്ണം എല്ലാം ചേർന്ന് കഷ്ണമായിട്ട് മാറും. ഓരോ കഷ്ണമായിട്ട് തിരിച്ചു പോകും. കഷ്ണം മീൻ കഷ്ണം വരുമ്പോ ഓരോ വ്യക്തി കഷ്ണമായിട്ട് പിരിച്ച് പോകും. ഒരു മീനായിട്ട് ചേരില്ല, അതും കഷ്ണമായിട്ട് തുണ്ടായിട്ട് പോകും. കഷ്ണം കൂടി വരുന്നുണ്ട്. അപ്പൊ ചിന്തിക്കണം, ഇങ്ങനെ മക്കൾ നമ്മളോട്ട് വേർതിരിഞ്ഞു പോകുന്നുണ്ട്. ദയവ് ചെയ്ത് സീരിയസ് ആയിട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി തോന്നും. ആ ചിരിയിൽ ഒരു ചിന്ത വരണം, ചിന്ത ഉണ്ടാകണം, ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ കുടുംബവും കുടുംബത്തിലുള്ള മക്കളും മരുമക്കളും ചെറുമക്കളും സ്വന്തങ്ങൾ ബന്ധങ്ങൾ എല്ലാവരും അടുപ്പത്തോട് പോകുമ്പോൾ സേവനം നല്ല രീതിക്ക് വരും. സേവനത്തിലും അടുപ്പത്തിലും നിലനിൽക്കാൻ ഈശോയുടെ സാന്നിധ്യം വേണം, പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം, ദൈവത്തെ അനുഗ്രഹം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ 2 കരങ്ങളിൽ സരസ്വലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങോട്ട് കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങോട്ട് കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ. സംഗീതം 47 God bless you, God bless you, God bless you, God bless you, God bless you all. വച്ചോളി ഈശോയെ കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.
സഹോദരനെ നിങ്ങളുടെ ബലി സർവശക്തനും പിതാവേ ദൈവത്തിന് സ്വീകാര്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് ജനത്തിന്റെ കാഴ്ചയർപ്പണം അങ്ങേക്ക് പ്രീതികരമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി വിശുദ്ധീകരണം വീണ്ടെടുക്കാനും ഭക്തിയോടെ പ്രാപിക്കാനും ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവ് പരിശുദ്ധനായ പിതാവ് സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്കും ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലെ വരവ് സുദർമ പ്രത്യാശയുടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങ് സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. കർത്താവ് സർവീസുടനുമായ സത്യമായും പരിശുദ്ധനാക്കുന്നു. ആകയാൽ അയ്യാപ്പാൽ മജഗനം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീർമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട സുമനസലപ്പെട്ടുകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കിരഞ്ഞ പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും വാങ്ങിയതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. എന്നും നാൾ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കിറിഞ്ഞ പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുവിൻ. എന്നും നാൾ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനമായി ഉടൻപിടി പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം.
ആകയാൽ കർത്താവ് അവിടുത്തെ മരണമുയർപ്പും ഓർത്തുകൊണ്ടെങ്കിൽ തിരുമുമ്പിൽ നിൽക്കുന്നതിനും എങ്കിൽ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞാൻ എന്ത് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോടെ പാനപാത്രം നിങ്ങൾ അംഗീകരിക്കണം. ക്രിസ്തുവിന്റെ ശരീരത്തിലെ രക്തത്തിലും പങ്കുചേർന്ന പരിശുദ്ധാത്മാവിൽ ഉന്നാചരിക്കണമെന്ന് താഴ്ന്ന അപേക്ഷിക്കുന്ന കർത്താവ് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. നിങ്ങളുടെ ലയ പാപ്പയോടും നിങ്ങളുടെ രൂപദക്ഷൻ സെൽവരാജൻ മിത്രമാരോടും വൈദിക കണത്തോടും മൊത്തം സഭയെ സ്നേഹിക്കുന്നതിന് എത്തിക്കണമേ. ഈ ലോകത്തിലങ്ങ് പക്കലേക്ക് വിളിച്ചെങ്കിൽ ദാസൻ പ്രത്യേകം ഈ ദിവ്യയിൽ പങ്കെടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണേ. നിങ്ങളുടെ കുടുംബത്തെ മരിച്ചുപോയ എല്ലാ ആൺമക്കളെയും ഓർക്കണമേ. എങ്കിൽ പുത്രന്റെ മനത്തിന് സത്യന്മാരുടെ ഉണ്ണത്തിന്റെ എല്ലായിടത്തെ ഉദ്ധാനത്തിൽ ഉണ്ടാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ എത്രയും ഞങ്ങൾ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിന് മൺമഞ്ച സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകടനം സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനീനമകൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവി പരിശുദ്ധ കന്യകാമരത്തോടും കന്യകയുടെ ഭർത്താവ് വാക്യത്തിന്റെ ഔസേപ്പിനോടും അനുഗ്രഹീതൻ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ പ്രസാദിപ്പിച്ച ഭവിഷ്യത്തോടും ഒത്ത് നിത്യജീവൻ പങ്കുചേർന്ന് അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടി ക്രിസ്തു തന്നെ സർവശക്തനായ ദൈവവും പിതാവായ അങ്ങേക്ക് പരിശുദ്ധ ആത്മാവുള്ള ഐക്യത്തിലുള്ള ബഹുമതി മതവും എന്നും എന്നയിക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ഭുതരായും ദിവ്യോപദേശത്താൽ ഉരുഭവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റവും സലാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവ് എല്ലാ തിന്മകളും ഞങ്ങളെയും മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാന്തം നൽകണമേ. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പരിശ്രമിക്കാനുള്ള സഹായത്താൽ ശക്തി പ്രാർത്ഥികൾ എപ്പോഴും പാത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നൽകുന്ന എന്റെ സമാധാനം ഞാൻ തരുണനങ്ങ് അപ്പോസ്തലന്മാരുടെ ചെയ്ത കർത്താവ് യേശു നിങ്ങളുടെ പാവങ്ങളുടെ പിന്നെ യോഗ്യ സഭയുടെ വിശ്വാസം തരുക്കാൻ പാതകത്തിലുള്ള മനസ്സരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കണക്കണിയണമേ. എന്നും ജീവിക്കുകയും ചെയ്യുന്ന അങ്ങ് പ്രാർത്ഥന കേട്ടണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. സമാധാനം 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 സമാധാനം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാവം നിൽക്കുന്നവൻ, ഈ കുഞ്ഞാട് ഒരു നിരീക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ചെല്ലുന്നാവുകളിൽ നീട്ടിടുന്ന പാണികളിൽ നാദം വന്നടങ്ങിടുമ്പോ എന്തൊരാനന്ദം. ഹൃദയം സഖാരിയിലെ അങ്ങ് സ്വന്തമാക്കിടുമ്പോ എന്തൊരാനന്ദം. ഓരോരോ മാനസത്തിൽ ദൈവത്തിനായി ഓരോരോ ആദരവും ദൈവസ്തുതി സാഗരം. ഓരോരോ ജീവിതം സുവിശേഷമായ ഓരോരോ ഭവനവും ബലിവേദിയായി വാഴ്ന്നു നീ നാമം ചൊല്ലും നാവുകളിൽ നീട്ടിടുന്ന പാണികളിൽ നാദം വന്നടങ്ങിടുമ്പോ എന്തൊരാനന്ദം. ും
നാമം ചൊല്ലും നാവുകളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ ഓരോരോ മനസ്സും ദൈവത്തിനാലയം. ഓരോരോ ആദരവും ദൈവസ്തുതി സാഗരം. സ്വർഗീയ സന്തോഷത്തിൽ നൽകിയിടുമപ്പമേ ആരാധന. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന കാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ ഇന്നൊരാനന്ദം. ഓരോരോ ജീവിതം സുവിശേഷമായിടാം. ഓരോരോ അവനവൻ ബലിവേദിയായിടാം. സ്വർഗ്ഗത്തിൽ നിന്നും പറന്നിറങ്ങി ജീവിക്കും മർമ്മനെ വാഴുന്നു നീ. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ ഇന്നൊരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ
സ്നേഹമുള്ളവരെ, നല്ലവനായ ക്രിസ്തുരാജൻ നിങ്ങളെല്ലാവരും സമത്വം അനുഗ്രഹിക്കട്ടെ. നാളെ ദിവ്യബലി കാലത്തായിരിക്കും. ആസ് യൂഷ്വൽ 6:45 പൂവച്ചൽ 6 മണിക്കും കാട്ടാക്കട 6:45 കാലത്തായിരിക്കും ദിവ്യബലി. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയോട് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് രഹസ്യങ്ങളാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഇവരെ അങ്ങയ്ക്ക് പ്രതികരമായ പർവ്വത്തിലെ ശൈലിയുടെ യോഗ്യമായ ശുശ്രൂഷ ചെയ്യാൻ അനുകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മ ഓരോരുത്തരെയും ലോകത്തുള്ള എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. പിതാക്കന്മാരുടെ പിതാവേ, നിന്റെ നന്മ നിറയണമേ. അവിടുത്തെ കാഴ്ച കേട്ടു പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് ക്രിസ്തുവിന്റെ ഞങ്ങളുടെ ശത്രുവിൽ നിന്ന് രക്ഷിക്കേണ്ട തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.